ഇപ്പം കറന്റ്ലി പറയാൻ പോകുന്നത് സെയിൽസ് ഇൻവോയ്സിംഗ് ആണ്. സെയിൽസ് ഇൻവോയ്സിംഗിൽ ഹോമിൽ വരാം. ഓക്കെ, ഈ ഇതിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെയിൽസ് ആൻഡ് സർവീസിൽ വരാം. സെയിൽസ് ഇൻവോയ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്ലസിന്റെ ഓപ്ഷൻ കാണാം. ആ പ്ലസിന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. രണ്ട് രീതിയിലും ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഇപ്പം ഞാൻ അടിക്കാൻ പോകുന്നത് ക്യാഷിലാണ്. ഓക്കെ, അപ്പൊ എനിക്ക് കസ്റ്റമർ ഉണ്ട്. ഞാൻ ഈ ഒരു സെർച്ച് ബട്ടൺ നിൽക്കാം. ഓൾറെഡി ക്രിയേറ്റഡ് കസ്റ്റമർ ആണ്. അല്ലെങ്കിൽ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാണ്ട് വെറും ഒരു പേരിൽ അടിക്കാനാണ് ജസ്റ്റ് ഈ ഒരു ഏരിയയിൽ എന്താക്കിയാൽ നേരെ അടിച്ചാൽ മതി. ഞാൻ കസ്റ്റമർ ഓൾറെഡി ക്രിയേറ്റഡ് കസ്റ്റമറിനെ ഞാൻ സാധനം വിൽക്കാൻ വേണ്ടി പോകുന്നത്. ഇവരെ രണ്ട് രീതിയിൽ ചെയ്യാം. മൊബൈൽ നമ്പർ അടിച്ചാൽ വരും, അല്ലെങ്കിൽ കസ്റ്റമർ പേര് അടിച്ചാൽ വരും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ അത് ആളെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ എയർപോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബ്രാൻഡ് സാധനമാണ് വിൽക്കുന്നത്. ഓക്കെ, 3 പീസ് സ്റ്റോക്ക് ഉണ്ട്. അതിന്റെ കോസ്റ്റ് ആണ് കാണിക്കുന്നത്. ഇതിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് കണ്ടോ 22 KD കോസ്റ്റ് ആണ് കാണിക്കുന്നത്, നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള കോസ്റ്റ്. അപ്പൊ നമുക്ക് എന്തായി, ഇത് ക്ലിക്ക് അടിച്ചു. ഓക്കെ, എയർപോർട്സ് ക്ലിക്ക് അടിച്ചു. ഓക്കെ, ഒരു പീസ് ഇൻവോയ്സ് ഞാൻ ചെയ്യാണ്. ഞാനത് പേസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒരു 26 ദിനാറിനാണ്. ഓക്കെ, ഞാൻ അടിച്ചു. ഓക്കെ, ക്യാഷ് ഇൻവോയ്സ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ക്യാഷ് ആരാണോ ലോഗിന്, അവരെ ലോഗിൻ ഐ ഡിയിലായിരിക്കും അവരെ ക്യാഷ് റിഫ്ലക്ട് ചെയ്യുക, അവരെ കിണറ്റ് റിഫ്ലക്ട് ചെയ്യുക അവരെ അക്കൗണ്ടിലായിരിക്കും. അപ്പം മുനീർ ഭായ് തുറന്നിട്ട് മുനീർ ഭായ് ആണ് ഇത് ഇൻവോയ്സ് ചെയ്യുന്നതിന്റെ ആ മൂപ്പരാളെ ക്യാഷിലായിരിക്കും ഇത് റിഫ്ലക്ട് ചെയ്യുക. അല്ലെങ്കിൽ റഹ്മത്ത് ആണെങ്കിൽ റഹ്മത്തിന്റെ ക്യാഷിലായിരിക്കും എഫക്ട് ചെയ്യുക. ഇപ്പൊ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഐദർ ക്യാഷ് മാത്രമായിട്ട് റിസീവ് ചെയ്യുക, അല്ല കെനറ്റ് ആയിട്ട് റിസീവ് ചെയ്യുക. അപ്പൊ ഏതാണോ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കെനറ്റ് അടിച്ചു കഴിഞ്ഞാൽ കെനറ്റിന്റെ റെഫറൻസ് നമ്പർ അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇനി അല്ല ക്യാഷ് ആണെങ്കിൽ ക്യാഷ് അടിക്കുക. ഇനി അല്ല ക്യാഷും കെനറ്റും കൂടി ഉള്ള കസ്റ്റമർ ആണ്, ക്യാഷും കെനറ്റും കൂടി സെലക്ട് ചെയ്യുക. ഇവിടെ എന്താക്കുക, ക്യാഷ് എത്ര എമൗണ്ട്, കെനറ്റ് എത്ര, അത് റെഫറൻസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ഓട്ടോമാറ്റിക്കലി ഈ ഒരു സംഭവം സെറ്റ്. അപ്പൊ ഞാനിതൊരു 12 ദിനാറും ബാക്കി 14 ദിനാറ് കെനറ്റും അടിച്ചു, റെഫറൻസ് അടിച്ചു, സേവ് അടിച്ചു, പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കും ഇത് ഏതിലേക്കാണ് ഇൻവോയ്സ് വേണ്ടത് എന്നുള്ളത്. അപ്പം എന്താക്കുക, യെസ് ബിഗ് ആണെന്നുണ്ടെങ്കിൽ A4 വരും, മറ്റേ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ തെർമൽ പ്രിന്ററിൽ വരും. ഓക്കെ, ഞാനത് എന്താക്കി, ഇപ്പം പ്രിന്റർ ബിഗിൽ കൊടുക്കുകയാണ്. പക്ഷെ കറന്റ് ഇൻവോയ്സ് സെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ആ ഇൻവോയ്സിങ് വരില്ല. ഓക്കെ, അപ്പം അതിന് പകരം അത് പോസ്റ്റ് അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷൻ വരും. ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, ഇപ്പം നമ്മളിത് ക്യാഷിനാ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇത് എന്താക്കാൻ പോവാണ്, ക്രെഡിറ്റ് ഇൻവോയ്സ് അടിക്കാൻ വേണ്ടി പോവാണ് ഈ ആൾക്ക് തന്നെ. ഓക്കെ, ഞാൻ വിൽക്കാൻ പോകുന്നത് ഈ സെയിം ഐറ്റം തന്നെയാണ്. ഞാനിത് എടുത്തു. ഇനി ബാലൻസ് ഉള്ള 2 ക്വാണ്ടിറ്റി ആണ്. ഞാനിത് സെലക്ട് ചെയ്തു, വന്നു, സെയിൽ അടിച്ചു, നേരെ വരുന്നു, ആളെ സെലക്ട് ചെയ്തതിന് ശേഷം എയർപോർട്ട് എടുത്തു. ഓക്കെ, ഇപ്പം ഈ എയർപോർട്ട് ഞാൻ ഓൾറെഡി ഇയാൾക്ക് വിറ്റതിനെ കൊണ്ട് ഇവിടെ കാണിക്കുന്നുണ്ടോ, ലാസ്റ്റ് സെല്ലിംഗ് ഇൻഫോ ഒരു പീസ് 26 ദിനാറിന് ഞാൻ ഇയാൾക്ക് വിറ്റിട്ടുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് എന്താക്കാൻ പറ്റും, അത് മനസ്സിലായി. ഓക്കെ, ഞാൻ ഈ സാധനം ഞാൻ ഓൾറെഡി വിറ്റതാണ്, അതുകൊണ്ട് എനിക്ക് എന്താക്കാൻ പറ്റും, ഒരു പീസ് ഞാൻ എന്താക്കി അടിച്ചു, ഒരു പീസും കൂടി അടിച്ചു. ഞാനത് 26 ദിനാറിന് തന്നെ ഞാൻ അടിച്ചു. ഇത് ക്രെഡിറ്റ് ആയതുകൊണ്ട് ഇവിടെ ക്യാഷ് ടൈപ്പ് ഉള്ളത് ക്രെഡിറ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഈ ക്യാഷിന്റെ ഇൻഫോർമേഷൻ ഒക്കെ പോയി, സേവ് അടിക്കുക, പോസ്റ്റ് ചെയ്യുക. ഓക്കെ, സ്മോൾ അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇൻവോയ്സിന്റെ ഒരു ഓപ്ഷൻ വരും. ഓപ്ഷനിൽ നമുക്ക് എന്താക്കാൻ പറ്റും, ഏതാ പ്രിന്റർ വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ, സെലക്ട് ചെയ്തിട്ട് എന്താക്കാം, നേരെ പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഞാൻ അതിപ്പോൾ ചെയ്യുന്നില്ല, ക്യാൻസൽ അടിച്ചു, പുതിയ കസ്റ്റമറിലേക്ക് വന്നു. ഇവിടെ ഇൻവോയ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇപ്പോൾ ഓൾറെഡി അടിച്ചത് ക്രെഡിറ്റിലല്ലേ ഈ ഇൻവോയ്സ് 26 ദിനാർ. അപ്പൊ അത് നേരെ റിഫ്ലക്ട് ചെയ്ത് കിടക്കും. ഇവിടെ കണ്ടോ, ഈ ആളെ പേരിൽ 26 ദിനാർ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ത് വന്നു, ഒരു ഇൻഫോർമേഷൻ വന്നു. ഈ എയർപോർട്സിൽ കണ്ടോ, ആപ്പിൾ ഒരു പീസേ ഉള്ളൂ സ്റ്റോക്ക്, 5 പീസാണ് നമ്മൾ മിനിമം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ബേസിൽ ഈ ഒരു സാധനം എഫക്റ്റ് വരും.